ഹായ് ഡിയർ ഫ്രണ്ട്സ്, റിവൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്യുന്ന ആദ്യത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ഇന്ത്യയിലെ നദികൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ബേസിക് ആയിട്ട് നിർബന്ധമായിട്ട് എല്ലാ പരീക്ഷയ്ക്കും അറിഞ്ഞിരിക്കേണ്ട, അതുപോലെ പഠിച്ചെടുക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത്, ഇന്ത്യൻ നദികൾ എന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫി എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ഒരു സബ് ടോപ്പിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ നദികളെ പരിഗണിക്കാൻ പറ്റും. കാരണം ജോഗ്രഫിയിൽ ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലുള്ള ചെറിയൊരു കാര്യം മാത്രമാണ് ഈ നദികൾ. എന്നാൽ പോലും എല്ലാ എക്സാമിനും മിനിമം ഒരു ചോദ്യമെങ്കിലും ഈ ഒരു ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അതായത് ഒന്നുകിൽ നദികളെ കുറിച്ച്, അല്ലെങ്കിൽ ഡാമുകളെ കുറിച്ച്, അതുപോലെ ജലസേചന പദ്ധതികൾ, അതുപോലെ നദികളുടെ പോഷക നദികൾ, ഉപനദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, സാധാരണ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഡിഗ്രി ലെവലായിക്കോട്ടെ, അതുപോലെ 10th ലെവലായിക്കോട്ടെ, ഏത് പരീക്ഷകളാണെങ്കിലും മിനിമം ഒരു ചോദ്യം സാധാരണ നമുക്ക് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്ത്യൻ നദികൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ ക്ലാസ്സുകളിലൂടെ നമുക്ക് കണ്ടുപഠിക്കാം. അപ്പോൾ ഇവിടെ ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാൽ എന്ത് പോലെയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല ഇവിടെ ചെയ്യാൻ പോകുന്നത്. സാധാരണയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് അനുസരിച്ച് PSC ചോദിക്കുന്ന രീതിയിലുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിളായിട്ട് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ള രീതിക്കൊക്കെ ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള രീതിയിലാണ് എന്ത് ക്ലാസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോട്ടൊക്കെ ഒന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ഈ ഒരു സ്ലൈഡുകൾ കാണുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടൊക്കെ എഴുതിയെടുത്തിട്ട് കൊണ്ടുപോകാൻ നോക്കുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇന്ത്യയിലെ നദികൾ എന്ന് പറഞ്ഞ് നമുക്ക് രണ്ട് രീതിയിലുള്ള നദികളാണ് ഇന്ത്യയിലുള്ളത്. അതായത് ഹിമാലയൻ നദികളെന്നും അതുപോലെ ഉപദ്വീപീയ നദികളെന്നും പറഞ്ഞ് രണ്ട് തരത്തിലുള്ള നദികളാണ് ഇന്ത്യയിലെ നദികളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ ഹിമാലയൻ നദികൾ എന്ന് പറയുമ്പോൾ അത് വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടാകുന്ന നദികളാണ്. കാരണം മഴക്കാലത്ത് അത്യാവശ്യം മഴ പെയ്ത് എന്തായാലും വെള്ളം നിറയും. ഈ വേനൽക്കാലത്ത് ഈ ഹിമാലയത്തിലെ മഞ്ഞൊക്കെ ഉരുകിയിട്ട് ഈ പറയുന്ന നദികളിലെ വെള്ളം എന്ത് ചെയ്യും, ജലനിരപ്പ് ഒരു പരിധി താഴാതെ അത് അങ്ങനെ ക്രമം തെറ്റാതെ അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്ന നദികളാണ് ഈ പറയുന്ന ഹിമാലയൻ നദികൾ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഹിമാലയൻ നദികളിൽ പ്രധാനപ്പെട്ട 3 നദികളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. പിന്നെ അതിൻ്റെ പോഷക നദികളായിട്ട് ചെറിയ നദികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ സിന്ധു, അതുപോലെ ഗംഗ, അതുപോലെ ബ്രഹ്മപുത്ര, ഈ പറയുന്ന 3 നദികളാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഗംഗ, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ നദിയായ ഗംഗാ നദിയെ കുറിച്ച് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മുൻകാലങ്ങളിലെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് ആ ഒരു രീതിയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഇത് ഗംഗാ നദി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദി. അതുപോലെ തന്നെ ആദ്യമേ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ദേശീയ നദിയാണ് ആര്, ഗംഗ എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ നദിയായിട്ട് ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാ നദി. ഇനി എന്നാണ് ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2008 നവംബർ 4. സോ ഈ ഒരു 3 പോയിന്റാണ് എന്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഏറ്റവും നീളം കൂടിയ നദി ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. സോ അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഈ പറയുന്ന ഗംഗ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി എന്ന് പറയുന്ന ഒരു ഗ്ലേസിയറിൽ നിന്നാണ് എന്ത് ഗംഗാ നദിയുടെ ഉത്ഭവം. അപ്പോൾ ഇവിടെ ഈ ഒരു വാക്ക് ഗായ്മുഖ് ഗുഹ എന്ന് പറയുന്ന ഈ ഒരു ഗുഹയിൽ നിന്നാണ് നദി എന്ത് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഈ ഉത്ഭവിക്കുന്ന സമയത്ത് നദിയുടെ പേര് ഭാഗീരഥി എന്ന് പറയുന്ന രീതിയിലാണ്. ഈ ഭാഗീരഥി നദി ഗായ്മുഖ് ഗുഹയിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകി വന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അളകനന്ദയുമായി, അതായത് ഭഗീരഥിയും അളകനന്ദയും ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കൂടി യോജിച്ച് അവിടെ നിന്ന് ഒരുമിച്ച് ഒഴുകുന്ന സമയത്ത് അതിനെ വിളിക്കുന്ന പേരാണ് ഇത് ഗംഗ എന്ന് പറയുന്ന പേര്. ആ സമയത്താണ് അതിന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് നിന്നുള്ള ഗായ്മുഖ് എന്ന് പറയുന്ന ഒരു ഗുഹയിൽ, അല്ലെങ്കിൽ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഗംഗോത്രി, അവിടെ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ശരിക്കും കാണാൻ പറ്റുമോ എന്നറിയില്ല, ഗംഗോത്രി എന്ന് പറയുന്ന ഗ്ലേസിയറിൽ നിന്നാണ് ഇത് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. സോ 3 പോയിന്റാണ് അവിടെ ആലോചിക്കേണ്ടത്. ഉത്തരാഖണ്ഡ്,
ഗംഗോത്രി ഗായ്മുഖ് ഗുഹ. അപ്പോൾ ഈ ഉത്ഭവ സമയത്ത് ഗംഗയുടെ പേര് ഭാഗീരഥി എന്നും അത് ദേവപ്രയാഗിൽ വെച്ച് അളകനന്ദയുമായി കൂടി യോജിച്ച് പിന്നീട് ഒഴുകുന്ന സമയത്താണ് എന്ത് ഗംഗ എന്നുള്ള പേരിൽ ഈ നദി ഒഴുകി തുടങ്ങുന്നത്. അപ്പോൾ ആ പോയിന്റുകൾ എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ എഴുതി വെച്ച് പഠിക്കാം. ഇനി അടുത്തതായിട്ട് ഈ ഒഴുകി വരുന്ന സമയത്തൊക്കെ ഇത് കുന്ന് മല പോലെയുള്ള സ്ഥലങ്ങളിൽ കൂടെ താഴേക്ക് കുത്തിവലിച്ച് വരുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ പറയുന്ന ഗംഗാനദി ഒരു സമതലത്തിലേക്ക്, അതായത് പ്ലെയിൻ ഏരിയയിലേക്ക് പ്രവേശിക്കുന്നത് ഹരിദ്വാർ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ്. അപ്പോൾ 3 പോയിന്റുകൾ എന്ത് ചെയ്യാം, ഒന്ന് ഉത്ഭവം, അതുപോലെ ഒഴുകി വന്ന് ഈ പറയുന്ന ഭാഗീരഥിയും അളകനന്ദയും കൂടി ചേർന്ന് ഗംഗയാകുന്ന സ്ഥലം പറയുന്ന ദേവപ്രയാഗ് എന്ന് പറയുന്നതും, അതുപോലെ ഗംഗ സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചും. ദേവപ്രയാഗ് ഉത്തരാഖണ്ഡിലുമായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നെക്സ്റ്റ് ഈ പറയുന്ന പ്രയാണപാതയും നീളവും. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഗംഗാനദിയുടെ നീളം 2525 കിലോമീറ്റർ എന്നുള്ള രീതിയിലാണ്. ഈ പറയുന്ന ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ 4 സംസ്ഥാനത്തൂടെയാണ് എന്ത് ചെയ്യുന്നത് ഗംഗാനദി ഒഴുകിപ്പോകുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ, അതായത് ഗംഗാനദി ഏറ്റവും കൂടുതലായിട്ട് ഒഴുകുന്നത് ഉത്തർപ്രദേശ് എന്നുള്ള സംസ്ഥാനത്തൂടെയാണ്. അത് നമ്മൾ എന്ത് ചെയ്യാം, മുൻകാലങ്ങളിൽ ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ഗംഗാനദി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UP ആണ്, അല്ലെങ്കിൽ ഉത്തർപ്രദേശിലൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഗംഗാനദി എന്ത് ചെയ്യുന്നത് ഒഴുകി വരുന്നത്. ഇനി ഈ പറയുന്ന ഗംഗ ഒഴുകി നമ്മുടെ ബംഗ്ലാദേശ്, അതായത് ബംഗ്ലാദേശിൽ എത്തുന്ന സമയത്ത് ഗംഗാനദിയുടെ പേര് ഗംഗ എന്നല്ല, മറിച്ച് പത്മ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് ഗംഗാനദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്. സോ ഈ 3 പോയിന്റുകൾ നമ്മൾ നോക്കുമ്പോൾ ദൂരം, അതായത് ഗംഗാനദിയുടെ നീളം എന്ന് പറയുന്നത് 2525 കിലോമീറ്റർ. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ നീളം കൂടിയ നദിയാണ് ഇത് ഗംഗ എന്ന് പറയുന്നതും. അത് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ ഈ 4 സംസ്ഥാനത്തൂടെ ഒഴുകുന്നുണ്ട് എന്നും, അതുപോലെ ഏറ്റവും കൂടുതൽ തവണ ഒഴുകുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ദൂരം, കൂടുതൽ നീളം ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണെന്നും, ദെൻ പത്മ, ബംഗ്ലാദേശിൽ ഈ പറയുന്ന നദി അറിയപ്പെടുന്നത് പത്മ എന്നുള്ള പേരിലുമാണ് എന്നാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. അപ്പം ഇനി ഈ പറയുന്ന ഗംഗ എന്ന് പറയുന്ന നമ്മുടെ ദേശീയ നദിയുടെ ചില പോഷക നദികളുണ്ട്. അപ്പം ഇവിടെ ഈ ഒരു നോട്ട് വായിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇതിനൊന്ന് കണക്ട് ചെയ്ത് നിങ്ങൾ നോക്കുക. കാരണം ഇപ്പം നമ്മൾ എഴുതി വെച്ച ഈ പോയിന്റുകളൊക്കെ നിങ്ങളൊന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഇങ്ങനെ ചോദ്യം വരാം, ഗംഗാ നദിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെങ്കിൽ തെറ്റായത് എന്നൊക്കെ ചോദിച്ചിട്ട് ഈ രീതിയിൽ എന്ത് ചെയ്യാം, 3-4 പോയിന്റ്സ് ഒരുമിച്ച് നമുക്കൊരു ക്വസ്റ്റ്യനിൽ വരാം. അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ആൻസർ ചെയ്യാം എന്നുള്ള രീതിക്ക് തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്ലൈഡാണ് ഇത്, ഈ കാണുന്ന എല്ലാ സ്ലൈഡുകളും. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ക്ലാസ്സുകളെ ഉൾക്കൊണ്ട് അതുപോലെ തന്നെ നോട്ട് എഴുതി കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ അധിക കാലം നമുക്ക് പരീക്ഷ എഴുതേണ്ടി വരില്ല. തൊട്ടടുത്ത് എഴുതുന്ന എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട പോഷക നദികളാണ് എന്ത്, ഗംഗയുടെ പ്രധാന പോഷക നദികൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗംഗയിലേക്ക് വന്നു ചേരുന്ന നദികൾ, അതായത് ഒരു നദിയെ പരിപോഷിപ്പിക്കുന്ന, ആ നദിയിലേക്ക് കൂടിച്ചേരുന്ന നദികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോഷക നദികൾ. ഒരു നദിയിലേക്ക് കൂടിച്ചേരുന്ന അല്ലെങ്കിൽ ആ നദിയെ പരിപോഷിപ്പിക്കുന്ന നദികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോഷക നദികൾ. ഇനി ഒരു നദിയിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്ന നദികൾ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഇത് ഒരു നദിയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ വന്നു ചേരുന്ന നദികളെ നമ്മൾ പോഷക നദികളെന്നും, അതുപോലെ ഈ നദിയിൽ നിന്നും ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന മറ്റു നദികളെ കൈവഴികളെന്നും നമ്മൾ വിളിക്കും. അപ്പോൾ ആ ഒരു പോയിന്റ് എന്ത് ചെയ്യാം, അറിഞ്ഞിരിക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഗംഗയുടെ പോഷക നദികൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വലതുപക്ഷ പോഷക നദികൾ. നമ്മൾ ഇതിനു മുമ്പ് ഈ പറയുന്ന പോലെ ക്ലാസ്സുകളൊക്കെ കാണുന്ന സമയത്ത് ചില സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഇങ്ങനെ വലതുപക്ഷ നദികൾ, ഈ കാണുന്ന പോലെ ഇടതുപക്ഷ നദികൾ, ഇങ്ങനെയൊന്നും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഭാവിയിൽ PSC അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ PSC ചിലപ്പോൾ ഈ രീതിയിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുക. കാരണം സാധാരണ എല്ലാ ചോദ്യങ്ങളും ഗംഗയുടെ പോഷക നദികൾ ഏത് നമ്മൾ പഠിക്കും, യമുന, കോസി, ഗണ്ഡക്, ഗാഗ്ര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ പഠിക്കുന്നുണ്ട്. അപ്പം ഇത് ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് സൈഡിലുള്ള നദിയാണ് എന്നൊക്കെ സ്പെസിഫിക് ആയിട്ട് PSC ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം,
അത് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ രീതിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ് അല്ലെങ്കിൽ പഠിച്ചു പോകണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇപ്പോഴത്തെ ഒരു PSC സ്റ്റാൻഡേർഡ് വെച്ച് അതിനെ ഓവർകം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ആവശ്യത്തിന് മാർക്ക് സ്കോർ ചെയ്ത് നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്തും ആ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന യമുന അതുപോലെ സോൺ എന്ന് പറയുന്ന നദികളൊക്കെ, അല്ലെങ്കിൽ ഈ 2 നദികൾ പ്രധാനമായിട്ടും ഗംഗയുടെ വലതുഭാഗത്ത് നിന്നുള്ള പോഷക നദികളാണ്. ഇനി ഇവിടെ മറ്റു 2 പോയിന്റ് കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന ചമ്പൽ, ബത്വ, കെൻ എന്ന് പറയുന്ന 3 നദികൾ. ചമ്പൽ, ബത്വ, കെൻ എന്ന് പറയുന്ന ഈ 3 നദികളും നമ്മുടെ യമുന നദിയുടെ, അതായത് ഗംഗയുടെ ഭാഗമായിട്ടുള്ളതാണ് യമുന. ഈ പറയുന്ന യമുന നദിയുടെ 3 പോഷക നദികളാണ് ഇത് ചമ്പൽ, ബത്വ, കെൻ എന്ന് പറയുന്ന ഈ 3 നദികൾ. അപ്പോൾ യമുന അതുപോലെ സോൺ എന്ന് പറയുന്ന 2 നദികളും ഈ പറയുന്ന നമ്മുടെ ഗംഗാ നദിയുടെ വലതുഭാഗത്ത് നിന്നുള്ള പോഷക നദികളാണ്. ഇനി ഗംഗയുടെ ഇടതുഭാഗത്ത് നിന്നുള്ള അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ പോഷക നദികളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് രാംഗംഗ, ഗോമതി, അതുപോലെ ഗാഗ്ര, ഗണ്ഡക്, കോസി എന്ന് പറയുന്ന ഈ 3 നദികളാണ് പ്രധാനമായിട്ടുള്ള ഗംഗയുടെ മറ്റു പോഷക നദികൾ. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് എണ്ണം പഠിച്ചു. ഇപ്പോൾ ഇവിടെ യമുന, സോൺ, അതുപോലെ രാംഗംഗ, ഗോമതി, ഗാഗ്ര ആൻഡ് ഗണ്ഡക്, അതുപോലെ കോസി. അപ്പോൾ ഈ 5 നദികളും അല്ലെങ്കിൽ 6-7 നദികളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒരുമിച്ച് പഠിച്ചു വെച്ച് കഴിഞ്ഞാലും അതിൽ വലതുഭാഗത്തു നിന്നുള്ള ഏതാണ്, ഇടതുഭാഗത്തു നിന്നുള്ള ഏതാണെന്നൊക്കെ സ്പെസിഫിക് ആയിട്ടും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് ഇനിയുള്ള PSC പരീക്ഷകൾ പോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഓരോ നദിയെക്കുറിച്ചും ചെറിയ ചെറിയ സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ രാംഗംഗ, ഗോമതി എന്നിവ ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്ഭവിക്കുന്നതും അതുപോലെ ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്ഭവിക്കുന്ന രാംഗംഗയും സമതലത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗോമതിയും പ്രധാന ഇടതുപക്ഷ നദികളാണ്. എന്ന് പറഞ്ഞാൽ ഇടതുഭാഗത്തു നിന്നുള്ള ഗംഗയുടെ പോഷക നദികളാണ്. ഇനി ഗാഗ്ര, ഗണ്ഡക് നേപ്പാൾ ഹിമാലയത്തിൽ നിന്നും ഒഴുകി ബീഹാറിൽ വെച്ച് ഗംഗയുമായി കൂടിച്ചേരുന്നു. അതായത് ബീഹാറിൽ വെച്ചാണ് ഗാഗ്ര അതുപോലെ ഗണ്ഡക് എന്ന് പറയുന്ന ഈ നദികൾ ഗംഗയുമായി കൂടിച്ചേരുന്നത്. അവ നേപ്പാൾ ഹിമാലയം ഭാഗത്ത് നിന്നും, അതായത് ഹിമാലയത്തിന്റെ പ്രാദേശിക ഡിവിഷനുകളാണ് ഈ നേപ്പാൾ ഹിമാലയം, ആസാം ഹിമാലയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് മറ്റൊരു സെഷനിൽ അല്ലെങ്കിൽ ജിയോഗ്രഫിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ഭാഗത്ത് പഠിക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, നേപ്പാൾ ഹിമാലയം ഭാഗത്ത് നിന്ന് വരുന്ന നദികളാണ് ഗാഗ്ര, ഗണ്ഡക്. അതുപോലെ കോസി, മറ്റൊരു പ്രധാനപ്പെട്ട നദിയാണ് ഇത് കോസി. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാരണ കാണാറുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ബീഹാറിന്റെ ദുഃഖം, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്, PSC പരീക്ഷകളിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഇതുപോലെ ഒരുപാട് നദികൾ ഒരുപാട് സംസ്ഥാനങ്ങളുടെ ദുഃഖങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന സമയങ്ങളിൽ ഓരോ നദികളും പറയുന്ന സമയത്ത് അത് ക്വസ്റ്റ്യൻ പറയാം. ഇവിടെ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ഏത്? കോസി എന്ന് പറയുന്നത് ഗംഗയുടെ ഒരു പോഷക നദിയാണ്, ഇടതുഭാഗത്തു നിന്നുള്ള പോഷക നദിയാണ്. ഈ പറയുന്ന കോസി ബീഹാറിലാണ്. ബീഹാറിന്റെ ദുഃഖം എന്നാണ് അറിയപ്പെടുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കോസി പല സമയങ്ങളിലായിട്ടും ഒരു ഓർഡർ ഒന്നുമില്ലാതെ എന്ത് ചെയ്യും, ഗതി മാറി പല രീതികളിലും ഗതി മാറി ഒഴുകിയിട്ട് അവിടെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകാനൊക്കെ കാരണമായിട്ടുള്ള ഒരു നദിയാണ് ഏത്? കോസി എന്ന് പറയുന്ന ഗംഗയുടെ ഒരു പോഷക നദി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോസി ബീഹാറിന്റെ ദുഃഖം, അതായത് ബീഹാറിലെ ജനങ്ങൾക്ക് ദുഃഖം നൽകുന്ന ഒരു നദി എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യാം, ബീഹാറിന്റെ ദുഃഖമാണ് കോസി. ആ രീതിയിൽ ഓർത്തിരിക്കാം. അപ്പോൾ നമ്മൾ പോഷക നദികളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് യമുന, സോൺ എന്നിവ വലതുഭാഗത്ത് നിന്നുള്ള പോഷക നദികളും ഗാഗ്ര, ഗണ്ഡക്, ഗോമതി, കോസി ഈ പറയുന്ന നദികൾ ഇടതുഭാഗത്തു നിന്നുള്ള പോഷക നദികളുമായിട്ട് എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. അപ്പം ഇനി ഈ ഗംഗ എന്ന് പറയുന്ന നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് ഇങ്ങനെ ഒരു സ്റ്റോപ്പില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് ഈ ഒരു രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഓർഡറിൽ, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഓരോ കാര്യങ്ങളും ഓരോ സ്ലൈഡും ഒരു ഓർഡറിൽ എന്ത് ചെയ്യാം, നമ്മൾ പോകുന്ന സമയത്ത് പഠിച്ച് അല്ലെങ്കിൽ കേട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് സിമ്പിളായിട്ട് ഇങ്ങനെ കേട്ട് പോവാം. ഇനി എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം നമ്മൾ ഈ ഒരു സ്ലൈഡ് വന്ന രീതി ഉണ്ടാവും. അതായത് ഓരോ നദി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തൊട്ടടുത്ത് അതിൻ്റെ മറ്റൊരു സവിശേഷതകൾ, ആ സവിശേഷതകളിലുള്ള 2-3 പോയിന്റ് ഒരുമിച്ച് അങ്ങനെ ആ രീതിക്കാണ് നമ്മുടെ PSCയിലെ ഇപ്പോൾ നിലവിലുള്ള പാറ്റേൺ അനുസരിച്ച് ക്വസ്റ്റ്യൻ അവർ ഫ്രെയിം ചെയ്യുക. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്തും ആ രീതിക്ക് തന്നെ പഠിച്ചു പോകുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന എക്സാമുകളിൽ സിമ്പിളായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
ഓരോ നദികളും അതിൻ്റെ ഭാഗം കഴിയുന്ന സമയത്ത് ആദ്യം മുതൽ ഒന്ന് റിവൈസ് ചെയ്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ നദിയുമായി ബന്ധപ്പെട്ട ഒരുവിധം പോയിന്റുകളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്താണോ പഠിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ പോയിന്റുകളും അറ്റ് എ ഗ്ലാൻസിൽ, അതായത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇന്നത്തെ ഒരു സാഹചര്യത്തിലും ഇന്നത്തെ ഒരു കോമ്പറ്റീഷനിലും നമ്മൾ പഠിച്ചു വരേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ആദ്യമായിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്തായിട്ട് എഴുതാൻ പോകുന്ന എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇനി അടുത്തതായിട്ട് എന്താണ്, പോഷക നദികൾ. സോ അടുത്തത് ഈ പറയുന്ന നദീതീരത്തെ പ്രധാന പട്ടണങ്ങളാണ്. അതായത് ഇന്ന സിറ്റി അല്ലെങ്കിൽ ഇന്ന സ്ഥലം ഏത് നദിയുടെ തീരത്താണ് എന്നുള്ള രീതിക്കുള്ള ചോദ്യങ്ങൾ മുൻകാലങ്ങളിലെ ചോദ്യ പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റുകളുണ്ട്. എന്ത്, ഗംഗാ തീരത്തെ പ്രമുഖ നഗരങ്ങൾ അല്ലെങ്കിൽ ഗംഗാ നദി കടന്നു പോകുന്ന ഭാഗങ്ങളിലുള്ള പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 പട്ടണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അറിഞ്ഞിരിക്കണം, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ ഫസ്റ്റ് കാൺപൂര്, അത് കഴിഞ്ഞാൽ വാരണാസി. ഈ വാരണാസി എന്ന് പറയുന്നത് ബനാറസ്, കാശി എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ കാൺപൂര് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഗംഗാ തീരത്തെ ഏറ്റവും വലിയ വ്യവസായ നഗരമാണ് ഇത് കാൺപൂർ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, ഗംഗയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ വ്യവസായ നഗരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കാൺപൂർ എന്നുള്ള ആൻസർ സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് ആൻസർ കുത്താൻ പറ്റും. അപ്പോൾ ആ രീതിക്ക് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. സോ വാരണാസി അല്ലെങ്കിൽ കാശി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു തീർത്ഥാടന നഗരങ്ങളിൽ ഒന്നാണ് ഇത് ബനാറസ് അല്ലെങ്കിൽ കാശി എന്നൊക്കെ പറയുന്ന വാരണാസി. സോ മൂന്നാമത്തെ പോയിന്റ് പാട്ന അല്ലെങ്കിൽ പാടലിപുത്രം. ബീഹാറിന്റെ തലസ്ഥാനം ഗംഗയുടെ തീരത്താണ്. അതായത് ബീഹാറിന്റെ തലസ്ഥാനമാണ് ഇത് ഈ പറയുന്ന പാറ്റ്ന. ഈ പാറ്റ്ന അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പാടലിപുത്രം, ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പ്രമുഖ രാജാവിന്റെ തലസ്ഥാനമായിരുന്നു ഈ പറയുന്ന പാടലിപുത്രം. ഏതാണെന്ന് അറിയുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യുക. സോ മറ്റു നഗരങ്ങളാണ് ഇത് ഹരിദ്വാർ, അലഹബാദ്, അതുപോലെ ബഗൽപൂർ. ഈ അലഹബാദിന്റെ പുതിയ പേരാണ് ഇത് പ്രയാഗ്രാജ് എന്ന് പറയുന്നത്. സോ ഏതൊക്കെയാണ് ഗംഗയുടെ നദീതീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കാൺപൂര്, അലഹബാദ്, പാട്ന, അതുപോലെ പ്രയാഗ്രാജ്, അലഹബാദ്, അതുപോലെ ബഗൽപൂർ. അപ്പോൾ ഇവിടെ ഈ ഹരിദ്വാർ, അലഹബാദ്, വാരണാസി, കാൺപൂർ, പാട്ന ഇതെല്ലാം പ്രധാനപ്പെട്ട നഗരങ്ങളായതുകൊണ്ട് തന്നെ ഓർത്തിരിക്കാൻ വലിയ റിസ്ക് ഉണ്ടാവില്ല. ഇനി ഈ ബഗൽപൂർ എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ അങ്ങനെ സാധാരണ PSC പഠിക്കുന്ന സമയത്താണെങ്കിലും അധികം കേട്ട് കാണാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് അതിനൊരു എന്ത് ചെയ്യാം, നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുത്ത് അതൊന്ന് ഓർത്തിരിക്കുക. സോ ഇത്രയും പട്ടണങ്ങളാണ് പ്രധാനമായിട്ടും ഗംഗ തീരത്ത് വരുന്ന പട്ടണങ്ങൾ. അപ്പോൾ ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട അണക്കെട്ടുകളും അതുപോലെ ജലസേചന പദ്ധതികളുമാണ്. ഇവിടെ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇത് നമ്മുടെ തെഹരി അണക്കെട്ട് എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ഭഗീരഥി നദിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ഇത് തെഹരി അണക്കെട്ട് എന്ന് പറയുന്നത്. സോ ഉത്തരാഖണ്ഡിലാണ് ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ്. ഗംഗ നദിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ഭാഗീരഥി നമ്മൾ പറഞ്ഞു, ഗംഗ ഉത്ഭവിക്കുന്ന സമയത്ത് തന്നെ അതിനെ ഭാഗീരഥി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗീരഥി നദിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ടാണ് ഇത് തെഹരി അണക്കെട്ട്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി രണ്ടാമതാണ് എന്ത്, ഫറാക്ക ബാരേജ്. നമുക്കറിയാം പശ്ചിമ ബംഗാളിൽ പത്മ, ഹൂഗ്ലി ഈ പറയുന്ന നദികളിലേക്ക് ജലത്തെ വിഭജിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇത് ഫറാക്ക ബാരേജ് എന്ന് പറയുന്നത്. ഈ ഫറാക്ക ബാരേജ് എന്നുള്ളത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ ഈ SSC പരീക്ഷകളൊക്കെ എഴുതാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഫറാക്ക പ്രോജക്റ്റിലേക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിക്ക് ഈ ഫറാക്ക എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കുക, പശ്ചിമ ബംഗാളിൽ പത്മ, ഹൂഗ്ലി ഈ പറയുന്ന നദികളിലേക്ക് ഗംഗാജലത്തെ വിഭജിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സിസ്റ്റമാണ് ഇത് ഫറാക്ക ബാരേജ് എന്ന് പറയുന്ന ഒരു രീതി. ഇനി രാംഗംഗ പദ്ധതി, അതായത് ജലസേചനത്തിനും വൈദ്യുതിക്കുമായി ഉത്തരാഖണ്ഡിൽ സ്ഥാപിച്ച ഒരു പ്രോജക്റ്റാണ് ഇത് രാംഗംഗ പദ്ധതി. സോ ഈ 3 പോയിന്റുകൾ പ്രധാന അണക്കെട്ടുകളുമായി അല്ലെങ്കിൽ അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ട് ഗംഗാ നദിയുമായി നമുക്ക് പഠിക്കാനുള്ളതാണ്. തെഹരി അണക്കെട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഭാഗീരഥി നദി സ്ഥിതി ചെയ്യുന്നു. ഇത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ്. അതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ഇത് തെഹരി അണക്കെട്ട് എന്ന് പറയുന്നത്. ദെൻ ഫറാക്ക ബാരേജ് പശ്ചിമ ബംഗാളിൽ.
അത് കഴിഞ്ഞ് രാംഗംഗ പദ്ധതി, ജലസേചനം, വൈദ്യുതി എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത് രാംഗംഗ പദ്ധതി. അപ്പം ഇനി ഈ ഒരു പോയിന്റിൽ നമ്മൾ മിസ് ചെയ്ത 2 പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ഗംഗ ആക്ഷൻ പ്ലാൻ. ഗംഗ ആക്ഷൻ പ്ലാൻ 1986 രാജീവ് ഗാന്ധി സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അതായത് ഗംഗാജലം ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് 1986 കൊണ്ടുവന്ന പദ്ധതി. അതുപോലെ മറ്റൊരു പ്രോഗ്രാമാണ് നമാമി ഗംഗ പ്രോജക്റ്റ് അല്ലെങ്കിൽ നമാമി ഗംഗ യോജന എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റ്. അത് 2014 നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അതായത് നദിയെ പരിപോഷിപ്പിക്കുക, സംരക്ഷിക്കുക, പൊല്യൂഷൻ കുറക്കുക, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണിത് നമാമി ഗംഗ യോജന അല്ലെങ്കിൽ നമാമി ഗംഗ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. 2014 നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണിത്. ഗംഗാനദിയുമായിട്ട് ഓർത്തിരിക്കേണ്ട 2 പോയിന്റ്സുകളും കൂടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത് ഗംഗാനദിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതുവരെ കണ്ടത്. സോ ഇനി നമുക്കൊരു 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ ഗംഗാ നദിക്ക് ജീവനുള്ള ഒരു മനുഷ്യന്റെ പദവി നൽകിയ ഹൈക്കോടതി ഏത്? അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ജീവനുള്ള മനുഷ്യന്റെ പദവി എന്നൊക്കെ പറഞ്ഞ് ചില സമയത്ത് അല്ലെങ്കിൽ മുൻപ് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും, ഗംഗാ നദിക്ക് വ്യക്തിത്വ പദവി നൽകിയ ഹൈക്കോടതി ഏത്, അല്ലെങ്കിൽ വ്യക്തിത്വ പദവി നൽകിയ വർഷം ഏത് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ എന്ത് ചെയ്യാം, ജീവനുള്ള മനുഷ്യന്റെ പദവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സെയിം സാധനമാണ് എന്ത്, വ്യക്തിത്വ പദവി എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഈ പറയുന്നത്. സോ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി 2017 ഓർത്തിരിക്കുക, ഗംഗയ്ക്ക് വ്യക്തിത്വ പദവി നൽകി ബഹുമാനിച്ച അല്ലെങ്കിൽ നൽകിയ ഹൈക്കോടതി ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയാണ് 2017. ഇനി ഗംഗ, യമുന, സരസ്വതി എന്നിവ സംഗമിക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത് അല്ലെങ്കിൽ സംഗമിക്കുന്ന സ്ഥലം ഏത് എന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ ആണിത് ത്രിവേണി സംഗമം എന്ന് പറയുന്ന പ്രയാഗ്രാജ്, അതായത് അലഹബാദിലെ പ്രയാഗ്രാജ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രയാഗ്രാജ്, അവിടെ ത്രിവേണി സംഗമം, അതായത് ഗംഗ എന്ന് പറയുന്ന നദി, യമുന, അതുപോലെ സരസ്വതി. ഈ സരസ്വതി എന്ന് പറയുന്നത് പ്രാചീന കാലത്ത് ഉണ്ടായിരുന്നതും നിലവിൽ ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നുണ്ട് എന്ന് പറയപ്പെടുന്നതുമായിട്ടുള്ള നദിയാണേത് സരസ്വതി നദി. സോ ഈ രീതിയിലാണ് എന്ത് ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ഏതാനും പോയിന്റുകൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ തുടക്കം മുതൽ നിങ്ങളിങ്ങനെ ഓർത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ നദിയുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു, നദി ഉത്ഭവിക്കുന്നത് പറഞ്ഞു, പോഷക നദികൾ പറഞ്ഞു, അതിലുള്ള പ്രധാനപ്പെട്ട ഡാമുകൾ പറഞ്ഞു, തീരത്തുള്ള പട്ടണങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് നോക്കുക. കാരണം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പോയിന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഏതൊരു പരീക്ഷയ്ക്കും അല്ലെങ്കിൽ ഏതൊരു എക്സാമിന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് തന്നെ ഓർത്തെടുക്കാനും അതിനനുസരിച്ച് ആൻസർ ചെയ്യാനും വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഏതൊരു ക്ലാസ്സും അല്ലെങ്കിൽ നമ്മൾ എന്താണോ പഠിക്കുന്നത് ആ പഠിക്കുന്ന പോയിന്റിലേക്ക് നമ്മുടെ ഒരു അപ്രോച്ച് ഈ രീതിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള എക്സാമുകൾക്ക് ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്നുകൂടെ എന്ത് ചെയ്യാം, സ്റ്റാർട്ടിങ് മുതൽ ഒന്ന് റിവൈസ് ചെയ്യാം. സോ ഇന്ത്യൻ നദികൾ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യൻ നദികൾ 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു, ഹിമാലയൻ നദികളും അതുപോലെ ഉപദ്വീപീയ നദികളും. അപ്പോൾ അവിടെ ഹിമാലയൻ നദികൾ എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും അല്ലെങ്കിൽ മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ വെള്ളം ഉണ്ടാകുന്ന നദികളെയാണ് നമ്മൾ ഹിമാലയൻ നദികളായിട്ട് കണക്കാക്കുന്ന, അല്ലെങ്കിൽ പെരനിയൽ റിവേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ വേനൽക്കാലത്ത് മഞ്ഞുരുകിയിട്ടും മഴക്കാലത്ത് മഴ കാരണമുള്ള വെള്ളം കാരണവും അതിൽ എല്ലാ കാലത്തും വെള്ളം ഉണ്ടായിരിക്കും. ഇനി ഉപദ്വീപീയ നദികൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ നമ്മുടെ തെക്കേ ഇന്ത്യ ഭാഗത്തേക്ക് വരുന്ന ഇന്ത്യൻ ഉപദ്വീപിലുള്ള മറ്റു നദികളെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്, ഉപദ്വീപീയ നദികൾ എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഓരോ നദികളായിട്ട് നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങളും കൂടുതൽ പോയിന്റുകൾ എന്ത് ചെയ്യാം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഗംഗ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്, അതുപോലെ ദേശീയ നദിയാണ്. ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4-നാണ്. ഇനി ഗംഗയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തുള്ള ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി എന്ന് പറയുന്ന ഒരു ഗ്ലേസിയറിൽ നിന്നാണ്, ഒരു ഹിമാലയിൽ നിന്നാണ് എന്ത് ഗംഗയുടെ ഉത്ഭവം. ഈ ഉത്ഭവിക്കുന്ന സമയത്ത് ഗംഗാ നദി ഭാഗീരഥി എന്ന പേരിലാണ്. ഈ ഭാഗീരഥി ഒഴുകി വന്ന് അളകനന്ദ എന്ന് പറയുന്ന നദിയുമായി കൂടിച്ചേർന്നാണ് ഗംഗ എന്നുള്ള പേര് ലഭിക്കുന്നത്. ഈ പറയുന്ന ഗംഗ
സമതല പ്രദേശത്തേക്ക് ഇങ്ങനെ വന്ന് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ സമതല പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചാണ്. ഹരിദ്വാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഗംഗ സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത്. അടുത്ത പോയിന്റിൽ നമ്മൾ പറഞ്ഞ എന്താണ്, ഈ പറയുന്ന ഒഴുകുന്ന നീളം എന്ന് പറയുന്നത് 2525 കിലോമീറ്റർ. ഈ പറയുന്നതിൽ NCERT-യിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ 2500 കിലോമീറ്റർ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഗംഗാനദിയുടെ നീളം. നമ്മുടെ ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2500 കിലോമീറ്റർ ആണ് ഗംഗാനദിയുടെ നീളം മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അക്കോർഡിംഗ് ടു SCERT ലെങ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, 2500 കിലോമീറ്റർ എന്നുകൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഓപ്ഷനിൽ ഏതാണോ, അതായത് 2500 ആണ് എങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. അതുപോലെ 2525 ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ആ സമയത്തുള്ള രീതിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ എഴുതുക. ഇനി കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ. അതിൽ ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ്. ഇനി ബംഗ്ലാദേശിൽ, അതായത് ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്നുള്ള പേരിലാണ്. നമ്മൾ പറഞ്ഞു ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്നത് പത്മ എന്നുള്ള പേരിലാണ്. ഇനി ഗംഗയുടെ പോഷക നദികൾ, അവിടെ യമുന അതുപോലെ സോൺ എന്ന് പറയുന്ന നദികൾ രണ്ടും ഗംഗയുടെ വലതുഭാഗത്തുള്ള പോഷക നദികളും. ഇനി രാംഗംഗ, ഗോമതി, ഗാഗ്ര, ഗണ്ഡക്, കോസി എന്നീ പറയുന്ന നദികൾ ഇടതുഭാഗത്തുള്ള പോഷക നദികളുമാണ്. ഇനി യമുനയുടെ 3 പോഷക നദികളാണ് ഇത്, ചമ്പൽ, ബത്വ, കെൻ എന്ന് പറയുന്നത്. അതുപോലെ കോസി എന്ന് പറയുന്ന നദി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നുണ്ട്. തുടരെ ഈ പറയുന്ന ഗതിമാറി ഒഴുകുന്നത് കാരണം പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്ക ഭീഷണിയും മറ്റും ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളത് കാരണം തന്നെ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ഇത് കോസി എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ഗംഗാതീരത്തെ പ്രധാന പട്ടണങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൺപൂർ, പാട്ന, അലഹബാദ്, ഹരിദ്വാർ, അതുപോലെ ബഗൽപൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെയാണ് എന്ത് ഗംഗയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ. ഇനി അടുത്തതായിട്ട് പ്രധാന അണക്കെട്ടുകളും അതുപോലെ ജലസേചന പദ്ധതികളും ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തെഹരി അണക്കെട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ്. ഭാഗീരഥി നദിയിൽ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് ഫറാക്ക ബാരേജ് പശ്ചിമ ബംഗാളിലാണ്. പത്മ, ഹൂഗ്ലി നദികളിലേക്കായിട്ട് ഗംഗാജലത്തെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് ഇത് ഫറാക്ക ബാരേജ്. അതുപോലെ രാംഗംഗ പദ്ധതി ജലസേചനം, വൈദ്യുതി എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗംഗ നദിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇത്. ഉത്തരാഖണ്ഡിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രോജക്റ്റാണ് രാംഗംഗ പദ്ധതി. ഇത്രയും കാര്യങ്ങളാണ് ഇത് ഗംഗയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഈ ഒരു രീതിയിൽ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മളെ കമൻ്റായിട്ട് അറിയിക്കുക. അതല്ല സാധാരണ രീതിയിൽ പണ്ട് കാലങ്ങളിൽ PSC പഠിച്ചിരുന്ന രീതിയിൽ ഇത് എന്നാൽ എന്ത്, അതുപോലെ ഇതിൻ്റെ കാരണം എന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് നമുക്ക് ക്ലാസ് കൊണ്ടുപോകാം. സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത പോലെ ഓരോ ടോപ്പിക്കിൻ്റെ മുഴുവൻ കവറാകുന്ന രീതിയിൽ വിശാലമായിട്ട് ആ കാര്യം കവർ ചെയ്തു പോകുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യം എങ്ങനെയാണോ ആ രീതിയിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകൾ അത്തരത്തിൽ കൊണ്ടുപോകാം. സോ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്ത് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ കോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. സോ ക്ലാസ്സിൽ കോഡുകൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ആളുകൾക്കും അവരുടേതായ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പല ആളുകൾക്കും പല രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പം എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് അറിയുന്നത്. സോ വളരെ എന്ത് ചെയ്യുക, ശ്രദ്ധയോടെ സമയം വേസ്റ്റ് ചെയ്യാതെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പഠിക്കാനിരിക്കുക. വളരെ അടുത്ത് വരുന്ന പരീക്ഷ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ക്രാക്ക് ചെയ്യണം. സോ അതുവരേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്ത് വ്യക്തമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്ത നദിയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.